ക്ലിൻറ്റ് ബാങ്ക്സിലേക്ക് ഏവർക്കും സ്വാഗതം. തലസ്ഥാന നഗരത്തിൻ്റെ മേയറായി ശ്രീ വി രാജേഷ് സ്ഥാനമേറ്റ് കഴിഞ്ഞു. സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് കേരള ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിർണായകമായ സ്വാധീനമൊന്നും ഉണ്ടായിട്ടല്ലെങ്കിൽ പോലും, കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും 50 സീറ്റ് നേടി അവർ ഏറ്റവും വലിയ കക്ഷിയായതോടുകൂടി തന്നെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി അത് മാറി. ഇനി പ്രധാനമന്ത്രി വരാൻ പോവുകയാണ്. ഒരുപാട് പുകലുകളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്തായാലും ജനവിധിയാണ്. ജനവിധി ആർക്കും അംഗീകരിച്ചേ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJP അധികാരത്തിൽ വന്നിരിക്കുന്നത്. ആ വോട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം സുഹൃത്തു കൂടിയായ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ 5 വർഷക്കാലം പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ പാറ്റൂർ രാധാകൃഷ്ണനാണ്. പാറ്റൂർ രാധാകൃഷ്ണൻ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധേയമായ രീതിയിൽ മത്സരിച്ച ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ വേറെ ഒരിടത്തും ഒരു സ്വതന്ത്രന് 4 അപരന്മാരുണ്ടാവാറില്ല. മുഖ്യ സ്ഥാനാർത്ഥികൾക്കൊക്കെ അപരന്മാരുണ്ടാവാറുണ്ട്. രാധാകൃഷ്ണനെ സംബന്ധിച്ച് അങ്ങനെയല്ല. രാധാകൃഷ്ണനെ സംബന്ധിച്ച് 4 അപരന്മാർ, 3 അപരന്മാർ വേറെ ഉണ്ടായിരുന്നു. ഒരുപാട് എതിർപ്പുകൾ നേരിട്ട് ധീരമായി പോരാടിയിട്ടാണ് അദ്ദേഹം ജയിച്ചതും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതും, പ്രധാനപ്പെട്ട 3 മുന്നണികളെയും പരാജയപ്പെടുത്തി അദ്ദേഹം വിജയിച്ചതും, നിർണായകമായ ഒരു ആളായി മാറുകയും ചെയ്തത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ 5 വർഷം BJP ഭരിക്കണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളായിട്ട് രാധാകൃഷ്ണൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം അവിടെ ഒരു ധീരമായ ഒരു നിലപാടെടുത്തു. പിന്തുണയ്ക്ക് വേണ്ടി ഒരു ധീരമായ പിന്തുണ തേടി പലരും അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പ്രധാനപ്പെട്ടവർക്ക് വേറെ ആർക്കും പിന്തുണ തേടി സമീപിക്കാൻ പറ്റില്ല. കാരണം LDFന് 29 സീറ്റ് മാത്രമാണുള്ളത്, UDFന് 19 സീറ്റുമാണ്. പിന്തുണ തേടി അവർക്ക് പോകേണ്ട കാര്യമില്ല. BJPക്ക് സ്വാഭാവികമായും പിന്തുണ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ പിന്തുണ സ്വാഭാവികമായും തേടുമല്ലോ. അങ്ങനെ തേടുമ്പോൾ രാധാകൃഷ്ണൻ നിരുപാധികമായ പിന്തുണ നൽകാൻ തയ്യാറായില്ല. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കണ്ണമ്മൂല വാർഡ് സംബന്ധമായ ഒരു വികസന രേഖ അവതരിപ്പിച്ചു. ആ വികസന രേഖ വളരെ സമർത്ഥമായി തയ്യാറാക്കി അത് 7 പേജുള്ള ഒരു ഡോക്യുമെൻ്റായി തയ്യാറാക്കിയിട്ട് അദ്ദേഹം 3 മുന്നണികൾക്കും നൽകി. ആ 3 മുന്നണികൾക്കും നൽകുന്നത് ഏതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന എൻ്റെ വാർഡിനെ സംബന്ധിച്ച വികസന രേഖ മാത്രമല്ല. അത് ഞങ്ങളത് വായിച്ചപ്പോൾ മനസ്സിലാകുന്നത് അത് തിരുവനന്തപുരത്തെ ഒരു വാർഡിനെ സംബന്ധിച്ച വികസന രേഖ മാത്രമല്ല. അതിൽ 2-3 പ്രധാന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നത്. എന്നോടൊപ്പം ശ്രീ EP അനിലുണ്ട്. അദ്ദേഹം അതിൻ്റെ ഞങ്ങളെല്ലാം ഇതിൻ്റെ പരിസരത്ത് തന്നെ ഉള്ളവരായതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ആര് വന്നു കഴിഞ്ഞാലും ഒരിക്കലും മറക്കാത്ത ഒരു തോടാണ് ആമയിഴഞ്ചൻ തോട്. എന്തുകൊണ്ടെന്നാൽ തിരുവനന്തപുരത്ത് വന്നിട്ട് നാറ്റം സഹിക്കാതെ ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലിരിക്കുന്ന സ്വർണ്ണശേഖരത്തെയും നിധിശേഖരത്തെയും വജ്രശേഖരങ്ങളെയും എല്ലാം നമിക്കാനായിട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. അവരെല്ലാം പഴവങ്ങാടിയിൽ വന്ന് ഈ ആമയിഴഞ്ചൻ തോടിൻ്റെ നാറ്റം സഹിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയാവുന്ന തരത്തിലായി മാറി ആമയിഴഞ്ചൻ തോട്. ഈ ആമയിഴഞ്ചൻ തോടിനെ എങ്ങനെ ക്ലീനാക്കാം? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 30 വർഷമായി ഇപ്പം മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി വിചാരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹം മേയറായിരുന്നു, പിന്നീട് മന്ത്രിയായി ഒക്കെ ആയിട്ട് 30 വർഷമായി ഈ നാറ്റം മാറിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഈ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത് എവിടെയാണ് ശ്രീ രാധാകൃഷ്ണൻ ഈ പറയുന്ന 101 ആളുകളിലെ ഏറ്റവും മുൻപനായി മാറുന്നത്? അദ്ദേഹം ജയിച്ചതിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പറയുന്ന കണ്ണമ്മൂല വാർഡിന് വേണ്ടി എന്നതിനപ്പുറം തിരുവനന്തപുരം നഗരത്തിന് വേണ്ടിയുള്ളൊരു വലിയ ഇടപെടലിൻ്റെ സാധ്യതയാണ്. നമുക്ക് തിരുവനന്തപുരം നഗരം പലതുകൊണ്ട് ശ്രദ്ധേയമാണ്. 7 കുന്നുകളുടെ നഗരം, ഇപ്പോൾ റോമിനെ ഓർമ്മിപ്പിക്കുന്ന സ്വഭാവമുള്ള വളരെ വൃത്തിയും വെടുപ്പുമുള്ള നഗരം. പക്ഷേ ആ വൃത്തിക്കും വെടുപ്പിനും പേരുദോഷം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 4 കനാലുകളിലൊന്നാണ് ആമയിഴഞ്ചൻ തോട്. ഈ ആമയിഴഞ്ചൻ തോട് നമുക്കറിയാവുന്ന പോലെ തമ്പാനൂർ ബസ് സ്റ്റേഷനോടൊപ്പം ഒഴുകി ഇത് റെയിൽവേ ട്രാക്കിന് കീഴിലൂടെ ഒഴുകുമ്പോൾ തന്നെ അവിടെ ഇന്ത്യൻ റെയിൽവേയുടെ വലിയ തരത്തിലുള്ള അനാസ്ഥയും ഈ പറയുന്ന മാലിന്യ ഡംപിങ്ങും ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്ത് ആളുകൾ കുളിച്ചുകൊണ്ടിരുന്ന, നോക്കൂ, ആമയിഴഞ്ചൻ തോട്ടിൽ ആളുകൾ കുളിച്ചുകൊണ്ടിരുന്നുവെന്ന് നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തോട് ഒഴുകി ഈ പറയുന്ന കണ്ണമ്മൂല എത്തുമ്പോൾ നിങ്ങളൊക്കെ വളർന്നു വന്ന സ്ഥലത്തെ ഉള്ളൂർ തോടും പട്ടം തോടും അവിടെ ചേർന്ന്, നമ്മൾ നേരത്തെ
BJPയുടെ പ്രകടനപത്രികയിൽ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ പോലെ ഒരു പിന്നെ ഗംഗാ ശുദ്ധീകരണം പോലെ ഒരു ത്രിവേണി സംഗമം നടക്കുന്ന ഇടമാണ് കണ്ണമ്പുല. പക്ഷേ അതിന്ന് ആ നാട്ടുകാർക്ക് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ജനകീയമായ പിന്നെ വിവരശേഖരണത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള 8 പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ആവശ്യകതയിൽ ഏറ്റവും പ്രധാനം ആമയിഴഞ്ചൻ തോടിനെ വൃത്തിയായി ഒഴുകാൻ ഞാൻ പരിശ്രമിക്കും, അതിനെ പിന്തുണയ്ക്കുവാൻ കോർപ്പറേഷൻ ഭരണം ഉണ്ടാകണമെന്നാണ്. തീർച്ചയായും ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കിയാൽ, നോക്കൂ, ഇത്തരം കാര്യങ്ങളൊന്നും ഭഗീരഥ പ്രയത്നം ഒന്നുമല്ല. നമുക്കറിയാം യൂറോപ്പിലെയൊക്കെ വളരെ മോശം ആയിരുന്ന കനാലുകളെയൊക്കെ വളരെ വൃത്തിയാക്കാൻ അവിടുത്തെ പുതിയ സാങ്കേതികവിദ്യ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ ആമയിഴഞ്ചൻ തോടിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മൈ സിറ്റി ഗ്രീൻ സിറ്റി എന്നൊരു പദ്ധതി ശ്രീ വി ശിവൻകുട്ടി വളരെ ചെറുപ്പക്കാരനായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് തുടങ്ങി വെച്ചാൽ ഇതുവരെയും അത് ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. എന്നാൽ കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ശ്രീ രാധാകൃഷ്ണൻ വളരെ ക്രിയാത്മകമായി ആമയിഴഞ്ചൻ തോടിനെ വൃത്തിയാക്കും എന്ന് മാത്രമല്ല അതിൻ്റെ ഒഴുക്കിനെ വർദ്ധിപ്പിക്കും, അതിൻ്റെ മുകളിലൂടെ പിന്നെ സൈക്കിൾ സവാരിക്കും നടത്തയ്ക്കുമൊക്കെ സൗകര്യമൊരുക്കും എന്ന് പറയുന്ന വളരെ ക്രിയാത്മകമായ നിർദ്ദേശം വെച്ച്. ഇത് മാത്രമല്ല, ഈ തോടിൻ്റെ ഒരു ഭാഗത്താണ് മാതൃകാപരമായി തന്നെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതായത് വഞ്ചിയൂർ കോടതിയുടെ സൈഡും അവിടെ അഡ്വക്കേറ്റുമാരുടെ ഓഫീസിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ഇത് ഈ തോട് ഒഴുകി ഭയങ്കര നാറ്റം മാത്രമല്ല അവിടെ ഇടുങ്ങിയ റോഡായിരുന്നു. അതിൻ്റെ മേലെ ഇപ്പോൾ റോഡാണ് പണിതിരിക്കുന്നത്. റോഡ് പണിതിട്ട് പാർക്കിംഗ് ആയിട്ടാണ്, വണ്ടി ഓടുന്നില്ലെങ്കിൽ പോലും പാർക്കിംഗ് ആണ്. അടിയിൽ കൂടെ വളരെ വിദഗ്ധമായ രീതിയിൽ അത് ചെയ്തതിന് ശേഷം അവിടെ എങ്ങും ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, റോഡ് വീതി കൂടിയത് മാത്രമല്ല, ഒഴുക്കിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, മാലിന്യ ഡംപിങ് നടക്കുന്നില്ല. അപ്പം അതൊരു മാതൃകയാണ്. അപ്പം വാസ്തവത്തിൽ ഇപ്പം ഈ ശ്രീ രാധാകൃഷ്ണൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആശയം നടപ്പാക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ എല്ലാ കനാലുകളിലും ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ എന്നുള്ള നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഫാൻ വെച്ച് തന്നെ അതെ കനാലുകളുടെ ഒരു പ്രത്യേകത, കനാലുകൾ മനുഷ്യനിർമ്മിതമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കനാലുകളിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഒഴുക്കുണ്ടാക്കാൻ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫാനുകൾ വെച്ചാൽ ഒഴുകുന്ന വെള്ളത്തിൽ എന്തുണ്ടാകില്ലെന്നാണ് നമ്മൾ പറയുന്നത്, അഴുക്കുണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ശക്തമായ നടപടിയെടുക്കുക. പക്ഷെ അതുപോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പഴവങ്ങാടി മുതൽ ഇങ്ങോട്ടുള്ള ശിവൻകുട്ടിയുടെ കാലത്ത് ഈ വലിയ നെറ്റ് ഉണ്ടാക്കി. വലിയ നെറ്റ് എന്ന് വെച്ചാൽ ആളുകൾക്ക് ചവറെറിയാൻ പറ്റാത്ത തരത്തിലുള്ള നെറ്റ് ഉണ്ടാക്കി. പക്ഷെ അതിനും മുകളിലൂടെ ചവറെറിഞ്ഞിട്ട് ബോൾവാൾട്ട് ചാടുന്ന പോലെ ചവർ ചാടി പോകുന്നത്. അതെ, അവിടെ പിന്നെ റെയിൽവേയുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ റെയിൽവേയിലൂടെ ഇത് ഇടുങ്ങിയാണ് ഒഴുകുന്നത്. അപ്പം ഇതിനൊക്കെ ശാസ്ത്രീയമായി പരിഹാരം കാണാൻ മാർഗങ്ങളുണ്ടെന്ന് എനിക്ക് ഒരു തമാശ അവിടെ ഉണ്ട്. കാരണം തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനിലേക്ക് വരുന്ന വടക്ക് നിന്ന് ട്രെയിനിലേക്ക് വരുന്ന എല്ലാ ആളുകളും തിരുവനന്തപുരത്തെ നാറ്റം സഹിക്കണമെന്ന റെയിൽവേക്ക് നിർബന്ധ ബുദ്ധിയുള്ളല്ലോ തോന്നുന്നു. അതുകൊണ്ടെന്നറിയാം, അവർ ഈ കൈതമുക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഓടേണ്ട ഇതിന്റെ കരയിൽ ഈ വണ്ടി കൊണ്ട് 10 മിനിറ്റ് അത് ലൈൻ ഫ്രീ ആവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന പോലെ ഒരു ഈ ഗ്യാസ് മാർക്ക് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു മാർക്കിങ്ങിന് വേണ്ടി ഇടുന്ന പോലെ തോന്നുന്നു. അപ്പൊ ചുരുക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ബ്ലാക്ക് മാർക്കായ ആമയിഴഞ്ചൻ തോടും, ഒരു പക്ഷേ ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കുവാൻ ശ്രീ രാധാകൃഷ്ണൻ വിജയിച്ചാൽ മറ്റു തോടുകൾ നിർബന്ധമായി വരും. പിന്നെ ഇതിപ്പം വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഇതിൻ്റെ വികസന രേഖ സമർപ്പിക്കാനായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കാണാനായിട്ട് രാധാകൃഷ്ണനും മറ്റു കൂട്ടുകാരും പോയപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് ഈ വികസന രേഖയുടെ ഒരു 80% നടപ്പാക്കണം. പക്ഷെ അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് 80 അല്ല 100% നടപ്പാക്കാവുന്ന തരത്തിലുള്ള വികസന രേഖയാണിത്. ഞാൻ വായിച്ചു നോക്കിയപ്പം ഇത് ഞങ്ങളുടെ പ്രകടന പത്രികയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. ഞങ്ങൾ ആമയിഴഞ്ചൻ തോട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ കനാലിനെയും ഗംഗയെ പോലെ ശുദ്ധീകരിക്കും എന്നുള്ള ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ 100% നടപ്പാക്കുന്നതിന് ഞങ്ങൾക്കൊരു അപ്പം അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം. അതെ കോർപ്പറേഷൻ അങ്ങനെ ഒരു സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടോ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു വർഷം 2000 കോടി രൂപയുടെ ബജറ്റ് ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു വാർഡിന് ഏറ്റവും കുറഞ്ഞത് ഈ പറയുന്ന 20 കോടിയോളം രൂപയുടെ തുക വരുന്നതാണ്. അപ്പോൾ അതിനെ വളരെ ശാസ്ത്രീയമായും അഴിമതിരഹിതമായും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാറും. അവസാനിക്കുന്നില്ല. അദ്ദേഹം വളരെ പ്രധാനമായി ഉന്നയിച്ച മറ്റൊരു പ്രധാന പ്രശ്നം അദ്ദേഹത്തിൻ്റെ കണ്ണമ്പുല വാർഡിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ദളവാക്കുന്ന് മുതൽ
ഉയർന്ന പ്രദേശം, താഴ്ന്ന പ്രദേശം, വെള്ളക്കെട്ടുണ്ടാകാൻ. ദിളവാക്കുന്ന് എന്ന് പറഞ്ഞാൽ ആർക്കും മറക്കാനാവാത്തതാണ്. വേലുത്തമ്പി ദിളവ മണ്ണടി ക്ഷേത്രത്തിനകത്ത് ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാതെ സ്വയം ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ജഡം കൊണ്ട് കെട്ടിത്തൂക്കിയ സ്ഥലമാണ് ദിളവാക്കുന്ന്. അതെ അതെ. മറ്റൊന്ന് ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർഡിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന് ഒരു ദിളവാക്കുന്ന് താഴേക്ക് വന്നാൽ ഏറ്റവും താഴെ താമസിക്കുന്ന ഒരു കോളനിയാണ്. ആ കോളനിയിൽ മഴക്കാലത്ത് വലിയ തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവും. അവിടെ നിർമ്മിച്ചു കൊടുത്ത വീടുകളുടെ അശാസ്ത്രീയതയാണ് ശ്രീ രാധാകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ആകർഷകമായ മറ്റൊരു കാര്യം. ആ അസൗകര്യങ്ങളെ മൊത്തത്തിൽ മാറ്റി വേണമെങ്കിൽ, അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്, വേണമെങ്കിൽ പുതിയ വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളിലും ചിട്ടയായ ഇടപെടലുകൾ അദ്ദേഹം നടത്താൻ പോകുന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ വാർഡ് സ്ഥിരമായി ഒരു ഇടതുപക്ഷ പ്രാതിനിധ്യം ഉണ്ടാക്കിയിരുന്ന വാർഡാണ്. ആ കാര്യങ്ങളിൽ ഇടതുപക്ഷ കൗൺസിലർമാർ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള പരാജയം പൂർണ്ണമായും തിരുത്തുവാൻ ശ്രീ രാധാകൃഷ്ണന് കഴിയുമെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ ഇടങ്ങൾക്കും ഒരു മാതൃകയാകുന്ന രീതി. അപ്പോൾ അവിടുത്തെ കോളനികളിലെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ ഒഴിവാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, റോഡുകൾ ശാസ്ത്രീയമായി ടൈലിടേണ്ടത് ടൈലിടും, ഈ പറയുന്ന ബിറ്റുമിൻ ഉപയോഗിച്ച് BMBC ഉപയോഗിച്ചുള്ളതാണെങ്കിൽ അത് ഇടും. പിന്നെ ലൈറ്റുകൾ LED ലാമ്പുകൾ ഇടുക മാത്രമല്ല, അതിന് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു QR കോഡ് സംവിധാനം ഉണ്ടാക്കും. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പുള്ളി പറയുന്നത് ABC. നോക്കൂ, തെരുവ് നായ്ക്കളുടെ വിഷയം. തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകൾ വൻ പരാജയമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളും, നിങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനം എടുക്കാം, ഗോവ എടുക്കാം, അവിടെയും തെരുവ് നായ്ക്കളുണ്ട്. പക്ഷേ അതിനെ മുഴുവൻ അവർ ABC പ്രോഗ്രാമിലൂടെ പിന്നെ വാക്സിനേഷൻ പൂർണ്ണമായി കൊടുത്ത് റാബീസ് ഫ്രീ ആക്കി. കേരളത്തിലെ തെരുവുനായ പ്രശ്നം സുപ്രീം കോടതി വരെ പോയത്. അതെ അതെ അതെ. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നു വളരെ ശാസ്ത്രീയമായി, അത് സ്വാഭാവികമായി ഒരു വാർഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ ഒരു മിഷനുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവ് നായ്ക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. വളരെ ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം വെച്ചിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായും ഡ്രെയിനേജ് സംവിധാനത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്കേജ് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ, ഇതിനെയൊക്കെ വളരെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യാനും ബന്ധപ്പെട്ടവരെ അറിയിക്കാനും കഴിയുന്ന ഒരു സമഗ്രമായ ഇടപെടൽ ശ്രീ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഈ വാർഡിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ജനകീയ വിപ്ലവം തന്നെ ഈ വാർഡിലുണ്ടാവും. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാകും വിധം രാധാകൃഷ്ണൻ ഇന്ന് മേയറായിരിക്കില്ലെങ്കിലും ജനങ്ങളുടെ മേയറായി രാധാകൃഷ്ണന് മാറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.